Hello, my dears. Welcome back to our channel. 100 Days Video Making ഇൻകം ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള ചലഞ്ചുകൾ കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു ഹാർട്ട്ഫുൾ അപ്രീസിയേഷൻ ഞാൻ തരുന്നു. വെൽ ഡൺ, സൂപ്പർ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ചലഞ്ചിൽ ഭാഗമാകുകയാണെന്നുണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് നിസീബ, മണി മാനിഫെസ്റ്ററിംഗ് കോച്ചാണ്, അതുപോലെ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ്. സോ ഡേ 8 ആണ് ആദ്യമായി കാണുന്നതെങ്കിൽ ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എല്ലാ ദിവസത്തെയും ചാലഞ്ച് ചെയ്യുക. അതിനുശേഷം ഡേ 8 മുതൽ നമ്മുടെ ചലഞ്ചിൽ പാർട്ടാകാനായിട്ട് ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച്. സോ ഈ ഒരു സീരീസിനകത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ ചലഞ്ചിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: 100 ഡേയ്സ് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസോട് കൂടി വീഡിയോ ചെയ്യാനും നിങ്ങളുടെ നോളജോ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ വഴിയിട്ട് നിങ്ങൾക്ക് പുതിയ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനും കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനും ഉള്ളൊരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്കില്ല് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എത്ര പേര് റെഡിയാണ്? റെഡി ആയിട്ടുള്ളവരെല്ലാം ആർഡിന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സോ ഓർക്കുക, ഒരു ദിവസം 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 100 ഡേയ്സിന്റെ ചലഞ്ച് വളരെയധികം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ 23 മണിക്കൂറോ ഒക്കെ വേണ്ട, നമുക്ക് ആകെ ഒരു 5 മിനിറ്റ് മാത്രം മതി. 24 മണിക്കൂറിലാകെ കുറച്ച് സമയം മാത്രം നമുക്ക് വേണ്ടിയിട്ട് സ്വയം സമയം കണ്ടെത്തി എന്ത് ചെയ്യുക, നമ്മൾ ചലഞ്ചസ് ചെയ്യുക. സോ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഒരു 5 ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. സോ നമുക്കപ്പം നമ്മുടെ ഡേ 8 ചലഞ്ചിലോട്ടൊന്ന് പോയാലോ? ഓക്കെ, എത്ര പേര് റെഡിയാണ്? ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ ഡേ 8 എന്ന് പറഞ്ഞാല്, അല്ല ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വെരി പവർഫുൾ ആയിട്ടുള്ള ചലഞ്ചാണ്. അതായത് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോത്തിലോട്ട് കൊണ്ടെത്തിക്കണമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് വഴിയിട്ടാണ് നിങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഞാൻ ഇത് പറയാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. അതായത് സ്റ്റോറി ഈക്വൽ ടു പവർ എന്നാണ്. അതായത് നിങ്ങളുടെ സ്റ്റോറിയാണ് നിങ്ങളുടെ പവർ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പറയാം. യെസ്, നമുക്ക് നിങ്ങൾ ഓരോ അഡ്വർടൈസ്മെന്റ്സ് ആണെങ്കിലും നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കുക, അവിടെ ഒരു സ്റ്റോറി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ കൺവേ ചെയ്തിട്ട് നമ്മളൊരു അഡ്വർടൈസ്മെന്റ്സ് കാണുകയാണെങ്കിൽ പോലും അതിനകത്തൊരു സ്റ്റോറി ഉണ്ട്. അത് ആ അഡ്വർടൈസ്മെന്റ്സ് എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ലിസൺ ചെയ്താൽ മാത്രമേ അവിടെ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സ്റ്റോറി നമ്മളിലോട്ട് കണക്ട് ചെയ്ത്, അപ്പം നമ്മൾ ഈ ഒരു സ്റ്റോറി ആളുകളോട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസസ് ആളുകൾ വാങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇന്നലെ നിങ്ങൾ നിഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നിഷിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നിഷ് വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ട്രസ്റ്റ്, അതായത് കസ്റ്റമേഴ്സിന് നിങ്ങളോടുള്ള ട്രസ്റ്റും അതുപോലെ ഒരു ഇമോഷണൽ കണക്ഷനും നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഏതൊരു പർച്ചേസിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കും. ഈവൻ ഇഫ് നമ്മളൊരു എന്താണ് ഒരു ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ ഒരു ടൂത്ത് ബ്രഷോ സോപ്പോ അല്ലെങ്കിൽ ചീപ്പോ കണ്ണാടിയോ എന്ത് വാങ്ങുകയാണെങ്കിലും അതിനകത്ത് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. നമ്മൾ ആ ഒരു ഇമോഷണൽ കണക്ഷനുള്ള പ്രോഡക്ട്സുകൾ മാത്രമേ നമ്മൾ വാങ്ങത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് ഒന്നും വാങ്ങത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാറില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒരു ഫ്രീ പ്രോഡക്റ്റ് നമുക്കത് ആവശ്യമില്ലാത്തതാണ്. അതേസമയം നമ്മൾ പൈസ കൊടുത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അത് ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. ആ പ്രോഡക്റ്റ് നമ്മൾ വേണം, അല്ലെങ്കിൽ നമ്മുടെ എന്തോ ഒരു ആവശ്യം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ആ പ്രോഡക്റ്റ് വാങ്ങുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ പ്രോഡക്ട്സിനും നോക്കിയാൽ നമുക്കറിയാം. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലായി, പീപ്പിൾ ഡോണ്ട് ബൈ പ്രോഡക്ട്സ്, പീപ്പിൾ ബൈ സ്റ്റോറീസ് ദേ സീ ദംസെൽസ് ഇറ്റ്. അതായത് ഓരോ വ്യക്തികളും പ്രോഡക്റ്റ് അല്ല അവിടെ വാങ്ങുന്നത്, അവര് സ്റ്റോറീസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ കണക്ഷനോടുള്ള സ്റ്റോറീസിനെ വാങ്ങുന്നു, അത് അവര് യൂസ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോറി കണക്ഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവരോടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഡ്രസ്സ് എടുക്കുകയാണ്. ആ ഡ്രസ്സ് എടുക്കുമ്പം ആ ഒരു ഡ്രസ്സിനകത്ത് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ മനസ്സിനെ കാണുന്നു, അതിന്റെ ഭംഗി ആസ്വദിക്കുന്നു, അത് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ്. സോ ഇതൊക്കെ നമ്മളൊന്ന് ഇമാജിനേഷൻ ചെയ്തിട്ടായിരിക്കും ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നല്ലേ. അപ്പൊ നമ്മൾ അവിടെ പ്രോഡക്റ്റ് വാങ്ങുന്നതന്നെ ആക്ച്വലി നമ്മുടെ ആ ഒരു ഫീലിംഗ് സ്റ്റോറിയാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന സമയത്ത് നമുക്കും ഒരു സ്റ്റോറി നമുക്ക് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കാം. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി, നിങ്ങളൊരു
ഒരു ജേർണി സ്റ്റോറി നിങ്ങൾ ക്ലാരിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യുക. അത് ഒരിക്കലും നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസിനെ എടുക്കുക. അല്ലാതെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസ് എടുക്കാം. അല്ലാതെ നമ്മൾ പരസ്പരം ബന്ധമില്ലാത്ത നിങ്ങളുടെ ലൈഫിലൊന്നും നടക്കാത്ത എന്താണ് ഒരു ബിൽഡപ്പ് സ്റ്റോറി ഒരിക്കലും കൊടുക്കാൻ നോക്കരുത്. അതൊരിക്കലും ഇമോഷൻസ് കണക്ട് ചെയ്യത്തില്ല. അപ്പം ഓഡിയൻസുമായിട്ട് ഇമോഷണലി കോഡ് നമ്മൾ ബിൽഡ് ചെയ്യുക. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു പുഷ് അല്ല, ഒരു പുള്ളാണ്. അതായത് നമ്മളിപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് ഒരു ഡോറ് നമ്മൾ പൂട്ടിയിട്ടിരുന്ന ഡോറിനെ എത്ര നമ്മൾ തള്ളിയിട്ട് തുറക്കാൻ ശ്രമിച്ചാലും അത് തുറക്കത്തില്ല. നമ്മൾ സാധാരണയായിട്ട് സെയിൽസ് ചെയ്യുന്ന സമയത്ത് പുഷ് ചെയ്യണം, ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഒരിക്കലും വരും. അതേസമയം നമ്മൾ പതുക്കെ ഒന്ന് തലോടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതാണ് പുള്ളായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് പുള്ള് മാത്രമേ ചെയ്യുക, ഒരിക്കലും പുഷ് നമ്മൾ ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെയാണ് സ്റ്റോറി എന്നും എന്താണ് സ്റ്റോറിയുടെ ബിഹൈൻഡ് ദ സീൻ എന്നൊക്കെ കണ്ടാലോ? എത്ര പേര് സ്റ്റോറി റെഡിയാണ്? എങ്കിൽ സ്റ്റോറി എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സ്റ്റോറി എന്നത് സിമ്പിൾ ആണ്. അതായത് നിങ്ങൾ എവിടെയായിരുന്നു. അപ്പൊ സ്റ്റോറിക്കൊരു ടെംപ്ലേറ്റ് ഞാൻ പറഞ്ഞിട്ട്, സ്റ്റോറി തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾ എന്താണ് സ്ട്രഗിൾ ചെയ്തത്, എന്ത് ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങൾക്ക് വന്നത്, ഇന്ന് നിങ്ങൾ ഇവിടെ എത്തി. ഈ ഒരു 4 കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ 15ാമത്തെ വയസ്സ് മുതൽ എൻ്റെ സ്റ്റോറി പറയാനുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പല കാര്യങ്ങളും ഒക്കെ ചെയ്ത്, പല ആൾക്കാരും ഒരുപാട് എതിർത്തു. എൻ്റെ പാരന്റ് അല്ലെങ്കിൽ എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചു. സോ അപ്പൊ അവിടെയൊക്കെ സ്ട്രഗിൾ ആയിരുന്നു. ആക്ച്വലി എൻ്റെ ടേണിംഗ് പോയിന്റ് വന്നത് ആക്ച്വലി 15ാമത്തെ വയസ്സിൽ തുടങ്ങിയ ആ ഒരു പ്രശ്നത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത്, ഞാനൊരു മെന്ററിനെ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചൊരു സാറ് പറയുന്ന കുറെ പോയിന്റ്സ് ആയിരുന്നു എന്റെ ടേണിംഗ് പോയിന്റ്. അതായത് എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് വന്നപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് എന്നെ വേറൊരു ലെവലോട് പോളിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ആ ഒരു പോളിഷ് ചെയ്ത്, അല്ലെങ്കിൽ അന്ന് ആ സാറ് പറഞ്ഞ കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട്, ഏതാണ്ട് ഒരു 10-15ഓളം വർഷം വീണ്ടും ഞാനത് കൊണ്ട് നടക്കാനായിട്ട് പറ്റി. അതായത് ആ ഒരു ടൈമിൽ നിന്ന് കിട്ടിയ ആ ഒരു സംഭവമായിരുന്നു എന്റെ ടേണിംഗ് പോയിന്റ്. ആ ഒരു ടേണിംഗ് പോയിന്റിലാണ് ഇന്നിപ്പോ ഒരു കോച്ചായിട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ സ്റ്റോറി ഉണ്ടാക്കി. ഇത് ഒരിക്കലും എന്താണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കിയത്, ഇത് എന്റെ ലൈഫിൽ നടന്ന സ്റ്റോറി. അപ്പം എന്റെ ലൈഫിൽ ക്ലോസ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു കാര്യം അറിയായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഈ കാര്യം അറിയത്തില്ല. അപ്പം ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറെ ഫാക്ട്സുകൾ ചേർത്ത് പറയുന്നില്ല, ആ ഒരു ഫീലിങ്സ് പ്ലസ് ട്രാൻസ്ഫോർമേഷൻ. അന്ന് സാറ് പറയുന്ന കുറെ വാക്കുകൾ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ചിന്തിച്ചു. അപ്പം എന്റെ ലൈഫിൽ അപ്പം ഞാൻ എന്നും വിചാരിച്ചെന്താണ്, സാറ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസോ മെന്ററിങ്ങോ ഒന്നും ഇല്ലാതെ ഒരു അവസ്ഥയിലോട്ട് പോയി. പിന്നെ വീണ്ടും ഒരു മെന്ററായിട്ട് ഞാൻ വീണ്ടും വേറൊരു സാറിനെ മെന്ററായിട്ട് കണ്ടെത്തിയപ്പോഴാണ് വീണ്ടും എന്റെ ലൈഫ് സെക്കൻഡ് ലെവലിലോട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഈ ഒരു മെന്റർ, അല്ലെങ്കിൽ ഞാൻ അന്ന് എന്നെ പഠിപ്പിച്ച സാറിനെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം പോയി കണ്ടു. കാരണം എന്തുകൊണ്ടാണ്, അന്ന് സാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. അപ്പം എന്റെ ലൈഫ് ഒരു സെക്കൻഡ് ജേർണിയിലോട്ട് പോയ സമയത്ത് ഞാൻ ആദ്യം പോയി സാറിനെ കണ്ടു, സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറിന് മറന്നുപോയി, കാരണം വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും മറന്നുപോയി. പക്ഷെ ആ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇന്ന് എന്റെ ലൈഫ് ഇങ്ങനെ എത്തിയിരിക്കുന്നത്. അന്ന് അവിടെ ഒരു സ്പാർക്ക് എനിക്ക് വീണില്ലായിരുന്നുവെങ്കിൽ, എന്നെ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരാൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവിടെ ഒരു സക്സസ് അവിടെ നടക്കത്തില്ലായിരുന്നു. അപ്പം ഇതുപോലെ വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറീസ് ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പം ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസിന് 5 പോയിന്റ്സ് ഞാൻ മസ്റ്റ് ആയിട്ടും പറഞ്ഞു തരാം. ഇത് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി. അതായത് നിങ്ങൾ ഒരു സ്റ്റോറി പറയുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ ഒരു സ്റ്റോറി പറഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇത് കണക്റ്റഡ് ആയിരിക്കും. കാരണം ഞാൻ ഈ ഒരു ലൈഫിലോട്ട് ഞാൻ കടന്നു പോയത് കൊണ്ട് എന്റെ സ്റ്റുഡൻസിനെ എപ്പോഴും കാണുമ്പോഴും ഞാൻ അവരെ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ലെവലിലോട്ട് മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അവർക്കത് കണക്ട്, വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ചിലപ്പോൾ അവർ പറയുമായിരിക്കും ഇങ്ങനെയാണ്. അപ്പം നമ്മളൊരു സ്റ്റോറി കേൾക്കുന്ന സമയത്ത് റിലയബിലിറ്റി, അതായത് ആ ഓഡിയൻസിന് തോന്നണം ഇത് എന്റെയും കൂടി കഥയല്ലേ എന്ന് ആ ഓഡിയൻസിന് തോന്നുന്ന രീതിക്ക് വേണം, റിലയബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറീസ് പറയരുത് എന്നുള്ള കാര്യം. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറീസോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസ് എക്സ്പ്ലെയിൻ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിനുണ്ടായ ഒരു അനുഭവം ഒക്കെ നിങ്ങൾക്ക് അത് പറയാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം സ്ട്രഗിൾ. അതായത് നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പെർഫെക്റ്റ് സ്റ്റോറി ഒന്നും വേണമെന്നില്ല. അതായത് നമുക്ക് പറയുന്ന, അതിപ്പോ എന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാല് ഞാൻ പറയുമ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് റിലേബിൾ ആയിട്ട് തോന്നും. അത് എത്ര പേർക്ക് റിലേബിൾ ആവുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സ്റ്റോറി നമ്മൾ അങ്ങ് പറയുക. അതിനകത്ത് ഫിയർ ചിലപ്പോൾ ഉണ്ടായിരിക്കും, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഫെയിലിയർ ഉണ്ടായിരിക്കും, ഡൗട്ട് ഉണ്ടാകും. സാർ എന്നോട് ആദ്യം പറഞ്ഞ സമയത്ത് എനിക്ക് പേടിയാണ്, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, കൺഫ്യൂഷൻ, ഇത് എങ്ങനെ അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം ഈ ഒരു സ്റ്റോറിക്കകത്ത് നമുക്കിവിടെ സ്ട്രഗിൾ എന്നുള്ള സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ, അത് 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ആ ഒരു സ്ട്രഗിൾ പീരീഡിലാണ് എന്റെ എൻഡ് ഓഫ് ദി ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം കിട്ടുന്നത്. 21 അല്ല, 23ാമത്തെ വയസ്സിൽ, സോറി, 23ാമത്തെ വയസ്സിലാണ് ഈ ഒരു സ്റ്റോറി എനിക്ക് കിട്ടുന്നത്.
പിന്നെ അതിനുശേഷം ടേണിംഗ് പോയിന്റ് ആണ്. അത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചറിയണം അല്ലെ. സോ ഇന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഒരു റിയലൈസേഷൻ വരികയാണ് അല്ലെ. ഓ നമുക്ക് ഓക്കെ, അപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോറി പോകുന്നത് നോക്കാം. അപ്പം ഞാൻ അവിടെ തിരിച്ചറിഞ്ഞു, ഓ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സാർ അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, റെസിപ്പി യു ക്യാൻ ഡു ഇറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അത് ചെയ്യാനുള്ള എല്ലാ കഴിവും ഉണ്ട്. പക്ഷെ എന്നാണോ താങ്കൾ അത് ചെയ്യുന്നത് അന്ന് മാത്രമേ സക്സസ് ആവത്തുള്ളൂ. അന്ന് അതൊരു റിയലൈസേഷൻ പോയിന്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ പല സമയങ്ങളിലും അത് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ, ആ ഒരു റിയലൈസേഷൻ, ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു മെന്റർ നമുക്ക് ഉണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് ആയിട്ട്. അപ്പം ടേണിംഗ് പോയിന്റിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം നമുക്കവിടെ ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ബിഫോറും ആഫ്റ്ററും, അത് ബിഫോർ ഇങ്ങനെ ആയിരുന്നില്ല. അതിനുശേഷം ആ ഒരു ടേണിംഗ് പോയിന്റിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ ഹ്യൂജ് ആണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ജീവിതത്തിനെ കണ്ടു തുടങ്ങുന്ന അല്ലെങ്കിൽ കാണുന്നതിന്റെ കാഴ്ചപ്പാട് കംപ്ലീറ്റ് എന്താണ് മാറാനായിട്ട് തുടങ്ങി. സോ ഇതാണ് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് വന്നത്. അതായത് ബിഫോർ മൈൻഡ് സെറ്റും ആഫ്റ്റർ മൈൻഡ് സെറ്റും ഡിഫറെന്റ് ആയി, ക്ലാരിറ്റി കിട്ടി, കൂടുതൽ റിസൾട്ട് കിട്ടാൻ തുടങ്ങി, ഞാൻ എനിക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്താലും ഫ്രം ദ സീഡിൽ നിന്ന് തുടങ്ങണമെന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ടായി. സോ ഇതൊക്കെ ട്രാൻസ്ഫോർമേഷനകത്ത് വരുന്നത്. അപ്പൊ നിങ്ങളുടെ സ്റ്റോറിയിൽ മസ്റ്റായിട്ടും റിലേബിൾ ആയിരിക്കണം, സ്ട്രഗിൾ അവിടെ പറഞ്ഞിരിക്കണം, ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കണം, അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ ഒരു മെസ്സേജ് കൊടുക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ഒരു വിമനായ എനിക്ക്, അല്ലെങ്കിൽ ഒരു ഞാനൊരു പാരന്റ് മദറാണ്, ഒരു വിമൻ ആണ്, അതുപോലെ ഒരു മരുമകളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്ന് പറയുന്ന ഒരു ഹോപ്പ് മെസ്സേജ് കൂടി നിങ്ങൾ കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ പറയുന്ന ലെവലിൽ നിന്ന് നമ്മൾ ചിന്തിക്കുക, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, എനിക്കും ഒരു കാര്യം റെസിസ്റ്റൻസ് അല്ല. കാരണം നമ്മൾ ഒരിക്കലും ഒരു റെസിസ്റ്റൻസ് വേർഡിലല്ല നമ്മൾ ജീവിച്ച് വരുന്നത്, പക്ഷെ നമ്മളായിട്ടാണ് ഓരോ റെസിസ്റ്റൻസ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യാനായിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ സ്റ്റോറിക്കകത്ത് റിലേബിൾ ആയിരിക്കണം, സ്ട്രഗിൾ ഉണ്ടായിരിക്കണം, ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കണം, അതുപോലെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിരിക്കണം, പിന്നെ അതുപോലെ മെസ്സേജ് ഉണ്ടായിരിക്കണം. സോ ഇത്രയും വെച്ചുകൊണ്ട് നിങ്ങളൊരു സ്റ്റോറി ബിൽഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ സ്റ്റോറി എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രമിക്കുക. ഞാൻ അത് എഴുതാനുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇപ്പം സ്റ്റോറി എഴുതാൻ മനസ്സിലായെന്ന് തോന്നുന്നു. ക്ലിയർ? യെസ്, താങ്ക് യു. അപ്പം എന്താണ് ഈ സ്റ്റോറി ബിഹൈൻഡ് സെല്ലിങ്ങിനകത്തുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിവിടെ ട്രസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ എന്താണ് ഒരു ഫീൽ അവിടെ നമുക്കുണ്ട്. പിന്നെ അതുപോലെ ഓഡിയൻസ് നിങ്ങളെ ഒരു ഓക്കെ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു ഒരു ആളായിട്ട് അവിടെ കാണാനായിട്ട് ശ്രമിക്കും. അതുപോലെ നാച്ചുറലി എന്താണ് കമ്മ്യൂണിറ്റി നാച്ചുറലി നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലയൻസ് നിങ്ങളെ ചൂസ് ചെയ്യും. അതായത് ഇത്രയും ഉള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്തുകൂടാ എന്ന് അവര് നിങ്ങളെ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്ന ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്തുകൂടാ എന്ന് അവരുടെ മനസ്സിനകത്തൊരു തോട്ട് ഉണ്ടാവും. സോ അതായത് സെയിം ജേർണി ട്രാവൽ ചെയ്യുന്ന ആളുകൾ, സെയിം ഫെയില് അല്ലെങ്കിൽ സെയിം പെയിൻ ഫീൽ ചെയ്യുന്ന ആളുകൾ, സെയിം ഗോള് ആവശ്യമാണെന്നുള്ള ആളുകളാണ് നിങ്ങളുടെ ഐഡിയൽ ക്ലയന്റ്. എപ്പോഴും മനസ്സിലാക്കുക, ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റിൽ നമ്മൾ പോയ ഒരു ജേർണിയിൽ കൂടെ പോകുന്ന ആളുകളോ, അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ പെയിനുള്ള ആളുകളോ, അല്ലെങ്കിൽ ഇത് ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോ മാത്രമാണ് എന്ന് വരുന്നത് നിങ്ങളുടെ ഐഡിയൽ ക്ലയന്റ്. അല്ലാത്തവർ ജസ്റ്റ് കാണുന്നു, കേൾക്കുന്നു, പോകുന്നു, ഒരിക്കലും അവർ കണക്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ നമുക്കത് റിയൽ ആയിട്ട് അവരെ സ്റ്റോറി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം അവരെ കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ നോട്ട് എടുക്കുക, ഇന്നത്തെ ഡേ 8 എന്ന് പറഞ്ഞിടുക, ഡേറ്റ് ഇടുക, എന്നിട്ട് എഴുതുക സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ നോട്ടിനകത്ത് എഴുതുക. ഞാൻ തുടക്കത്തിൽ എവിടെയായിരുന്നു, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എവിടെയായിരുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ തുടക്കത്തിൽ എവിടെയായിരുന്നു. രണ്ടാമത്, എനിക്ക് ഏറ്റവും പെയിൻഫുൾ ആയ മൊമെന്റ് എന്തായിരുന്നു. എനിക്ക് പെയിൻഫുൾ ആയിട്ട് ഒരു മൊമെന്റ് ഉണ്ട് കേട്ടോ, അതിപ്പോ ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. ആ ഒരു മൊമെന്റ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടം വരെ എത്തിച്ചത് കേട്ടോ. ആ ഒരു മൊമെന്റ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ, ഇന്നത്തെ കുട്ടികൾ ജെൻസി കാലഘട്ടത്തിലുള്ള കുട്ടികളാണെങ്കിൽ തിരിച്ച് റിയാക്ട് ചെയ്യുമായിരുന്നു, പക്ഷെ അന്ന് ഞാൻ റിയാക്ട് ചെയ്തില്ല. പക്ഷെ അത് അന്ന് ആ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചു. പിന്നീട് ഏതൊരു ഘട്ടത്തിലും ആ ഒരു പെയിൻഫുൾ മൊമെന്റ് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം കുറ്റബോധം തോന്നാറുണ്ട്, ഞാൻ ചെയ്യുന്ന ശരിയല്ല എന്നുള്ള. അപ്പൊ ഒരു പെയിൻഫുൾ മൊമെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ് ടേണിംഗ് പോയിന്റ്. അപ്പം ആ ഒരു പെയിൻഫുൾ മൊമെന്റിൽ നിന്നുകൊണ്ട്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു. ആ പെയിൻഫുൾ മൊമെന്റിൽ നിന്നുകൊണ്ട് സാർ ഒരു എക്സാമ്പിൾസ് ആയതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരുന്നത്, ആ ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു, ആ ഒരു ടേണിംഗ് പോയിന്റിലോട്ട് ഞാൻ എത്തുകയാണ് ചെയ്തത്. നാലാമത്തത്, നിങ്ങൾ എന്ത് റിയലൈസ് ചെയ്തു, ഞാൻ എന്ത് റിയലൈസ് ചെയ്തു.
അവിടെ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ള കാര്യം ഞാൻ റിയലൈസ് ചെയ്തു. ഇന്ന് എന്നിട്ട് അത് കഴിഞ്ഞ 5ാമത്തെ കാര്യം, ഇന്ന് നിങ്ങൾ എന്ത് മെസ്സേജ് ഷെയർ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഞാനായിട്ട് എഴുതിക്കോണേ. നിങ്ങൾ എന്ത് മെസ്സേജ് ഷെയർ ചെയ്യുന്നു. ഓക്കെ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതും കൂടി ഇതാവും. എന്നിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞാലും ഫോർമാറ്റ് ഇങ്ങനെ നോക്കുക. ഒരു കാലത്ത് എനിക്കും ഡാഷ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ കരിയർ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മണി പ്രോബ്ലംസ് ആയിരിക്കാം, ചിലപ്പോൾ ബിസിനസ്സിന്റെ പ്രോബ്ലംസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ വരുന്ന ആ ഒരു പ്രശ്നം നിങ്ങൾ എഴുതുക. ഒരു കാലത്ത് എനിക്കും ഡാഷ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതാണ് ഇൻട്രോയിൽ വരുന്നത്. രണ്ടാമത് സ്ട്രഗിളില് എനിക്ക് കൺഫ്യൂഷൻ, ഫിയർ, ഡൗട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും വരുന്നതാണ്. ഇപ്പൊ പ്രോക്രാസ്റ്റിനേഷൻ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിനകത്ത് വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷനോ, ഫിയറോ, ഡൗട്ടോ, പ്രോക്രാസ്റ്റിനേഷനോ അല്ലെങ്കിൽ ലേസിനെസ്സോ ഒക്കെ എഴുതാം. എന്തൊക്കെയാണോ മനസ്സിൽ വരുന്നത് എല്ലാം പോസിറ്റീവ് എല്ലാം ഉണ്ടായിരുന്നു. ഡാഷ് 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 എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി അടുത്ത 3ാമത് ടേണിംഗ് പോയിന്റ്. ഞാൻ ഒരു ദിവസം ഞാൻ റിയലൈസ് ചെയ്തു. ഒരു ദിവസം ഞാൻ റിയലൈസ് ചെയ്തു. ആ റിയലൈസ് ചെയ്ത കാര്യം എഴുതുക. ഞാൻ ഇന്ന കാര്യം ഇന്ന ഒരു ദിവസം ഞാൻ ഇന്ന കാര്യം റിയലൈസ് ചെയ്തു, അല്ലെങ്കിൽ റിയലൈസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അത് ഒരു പാരഗ്രാഫോ പത്രമാണോ, നിങ്ങൾക്ക് 2ഓ 3ഓ ഒരു സെന്റൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അതിനുശേഷം 4ാമത്തത് ട്രാൻസ്ഫോർമേഷൻ ആണ്. അന്ന് മുതൽ ഞാൻ ഡാഷ് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാനായിട്ടത് അത് എഴുതുക. അന്ന് മുതൽ ഞാൻ ഡാഷ് ചെയ്തു. അപ്പൊ ബിഫോറും ആഫ്റ്ററും ഇപ്പൊ നിങ്ങൾക്ക് ആയിട്ടുണ്ട്. ലാസ്റ്റ് എഴുതാനുള്ളത് മെസ്സേജ് ആണ്, നിങ്ങൾക്കും ഇത് പോസിബിൾ ആണോ. അപ്പം എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും പോസിബിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിന് പറയാനുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, എഴുതി. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഡേ 1 അഫർമേഷൻ എഴുതുക. ഡേ 1 അഫർമേഷൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഡേ 1ന്റെ ലിങ്ക് ഉണ്ട്, അത് കാണുക. കണ്ടതിന് ശേഷം അത് നോട്ട് എടുത്ത് എഴുതുക. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർ തലേദിവസം എഴുതിയതിനെ എടുത്ത് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ അറിയാന്നുണ്ടെങ്കിൽ അത് എഴുതുക. എന്നിട്ട് അത് 3 പ്രാവശ്യം നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾ ലൗഡായിട്ട് പറയുക. എന്നിട്ട് പറയാം, എന്റെ സ്റ്റോറി ആളുകൾക്ക് വാല്യൂ നൽകുന്നു. എന്റെ ജേർണി ആരുടെയോ ബ്രേക്ക് ത്രൂ ആണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ സ്റ്റോറീസ് കേൾക്കുമ്പോഴും അതിനകത്തൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ആളുകളുടെ സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അവരുടെയൊക്കെ ആ ഒരു യാത്രയിൽ കൂടെ നമ്മൾ എപ്പോഴൊക്കെയോ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അവരെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒക്കെ. എന്തുകൊണ്ടാണ്? അവരുമായിട്ട് നമുക്ക് കണക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. ഇനി അതിനുശേഷം നമ്മൾ റിയൽ ഗെയിമിലോട്ട് പോവുകയാണ്. നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഓൾറൈറ്റ് ഫൈൻ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുക. നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക, നിങ്ങളുടെ പേര് പറയുക, നിങ്ങളുടെ സ്ഥലം പറയുക, നിങ്ങളുടെ നിഷ് പറയുക, നിങ്ങൾ ഏതിൽ ഫോക്കസ്ഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റോറി പറയുക. ഓക്കെ. ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഒരു സ്റ്റോറി പറയുക, ഒരു 5 സെന്റൻസിന്റെ സ്റ്റോറി പറയുക. ഈ സ്റ്റോറി ഇത്രയും ചെയ്തതിന് ശേഷം, ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡേ 8ന്റെ ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് ഇടുക. അതായത് നമ്മുടെ ടുഡേസ് ടാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്റ്റോറി സ്ക്രിപ്റ്റ് എഴുതുക, ടേണിംഗ് പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുക, സ്റ്റോറി വീഡിയോ ഷൂട്ട് ചെയ്യുക, ഇത് നിങ്ങൾ നമുക്ക് അയച്ചു തരിക. പിന്നെ നോക്കേണ്ട കാര്യം, പെർഫെക്റ്റ് സ്റ്റോറി വേണ്ട. അയ്യോ, നിങ്ങൾ 1 by 1 ആയിട്ട് പറയണം എന്നല്ല, ജസ്റ്റ് ഒരു ഗ്ലാൻസിൽ മാത്രം പറഞ്ഞു പോവുക. ഒരു പെർഫെക്റ്റ് സ്റ്റോറിയെ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഒരു ബിഗ് സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം വേണ്ട. അതിനകത്ത് ഒരു സ്മോൾ സക്സസ് ആണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മതി. അപ്പൊ വലിയൊരു സംഭവം തന്നെ പറഞ്ഞൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളെടുത്ത അല്ലെങ്കിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ, ഇതുപോലെ ലൈഫിൽ ഒരുപാട് ചെറിയ ചെറിയ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ, നമ്മൾ വലുത് നോക്കുന്നതിന് പകരം കുഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, റിയൽ സ്റ്റോറി തന്നെ ആവുക, ഹോണസ്റ്റ് ജേർണി ആയിരിക്കുക. യുവർ സ്റ്റോറി ഈസ് നോട്ട് സ്മോൾ, ഇറ്റ്സ് സംവൺസ് എൽസ് സർവൈവൽ ഗൈഡ്. അതായത്
നമ്മുടെ ഈ ഒരു സ്റ്റോറി ചുമ്മാ നമ്മൾ പറഞ്ഞു പോകുന്നതല്ല, ആരെയോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഓക്കെ, നമ്മുടെ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുകയും നിങ്ങളുടെ പ്രോഡക്റ്റ് തീർച്ചയായും അത് വാങ്ങുകയും ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോറിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു അസറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും, ഓരോ ദിവസവും നമ്മൾ പോകുന്ന ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഡേ ബൈ ഡേ ഓരോ ദിവസവും നമ്മുടെ ആ ഒരു ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിഷിന്റെ ക്ലാരിറ്റി കിട്ടി, നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 100 ഡേയ്സിന്റെ ചലഞ്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കിട്ടുക തന്നെ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു ചലഞ്ച് ചെയ്യുക. പിന്നെ ഏതെങ്കിലും 1-2 ദിവസം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തിരക്കുകളാണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ ചലഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കാണട്ടെ, അവരും രക്ഷപ്പെടട്ടെ. നമ്മൾ ലോകത്തുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ട് രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു വലിയൊരു പ്രാർത്ഥനയോട് കൂടി ഞാൻ ഈ ഒരു സെഷൻ സൈൻ ഓഫ് ചെയ്യേണ്ട. നമുക്ക് വീണ്ടും ഡേ 9 വീണ്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷനുമായിട്ട് കണ്ടുമുട്ടാം. സോ ടേക്ക് കെയർ, ബൈ. താങ്ക് യു സോ മച്ച്.